പൗരത്വത്തിന് മതമില്ല, മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കരുത് എന്ന സന്ദേശമുയർത്തി ഭരണഘടനാ സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്ന പൗരത്വ സംരക്ഷണ സദസ്സ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൊല്ലത്ത് നിന്ന് രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, പൗരത്വത്തിൻ്റെ പേരിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കരുതെന്ന സന്ദേശവുമായി ഭരണഘടനാ സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്ന പൗരത്വ സംരക്ഷണ സദസ്സ് വൈകിട്ട് നടക്കും. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. ഒരുക്കങ്ങൾ പൂർത്തിയായോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇവര് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് ആ ഒരു ജനസാഗരത്തെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. ഇതിന് മുമ്പ് നടന്ന ജില്ലകളിലൊക്കെ അതേപോലെ വൻ ജനാവലി ഉണ്ടായിരുന്നു. എല്ലാവരും ആശങ്കയിലാണ്. ഇന്നത്തെ കേന്ദ്ര ഭരണം അവരുടെ ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനയെ മുഴുവനും അട്ടിമറിച്ചുകൊണ്ട് തകർത്തുകൊണ്ട് പൊളിച്ചെഴുതാൻ നടത്തുന്ന നീക്കം, ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പൗരത്വ നിയമം അതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ, അത് നടപ്പിലാക്കാൻ വേണ്ടി ദ്രുതഗതിയിൽ ശ്രമിക്കുന്നതിന് വലിയ ഒരു ആശങ്കയാണ് ജനങ്ങൾക്കാകെയുള്ളത്. ഇതുവരെ ജനങ്ങൾക്കിടയിലേക്ക് അതൊരു ചർച്ചയാവുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് പോകാതെയാണ് ഈ ഒരു നടപടികളിലേക്ക് കടക്കുന്നത്. ഇന്ന് അവിടെ ഈ മതേതര വിശ്വാസികൾ അതേപോലെ തന്നെ മതപണ്ഡിതർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് കൊല്ലത്തെ ഈ പൗരത്വ ഈ സദസ്സിൽ പങ്കെടുക്കും. ഇപ്പോൾ നമ്മളോടൊപ്പം കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, അദ്ദേഹം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ നേതാവാണ്. അതുമാത്രമല്ല, അതൊരു മതപണ്ഡിതൻ എന്നതിലുപരി മതേതര വിശ്വാസിയാണ്. എല്ലാ മതങ്ങളെയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൽ ഖുർആൻ പറയുന്ന, അതങ്ങനെ ജീവിക്കുന്ന, ആരെയും നോവിക്കാത്ത, ഒരു മതത്തെയും ധംസിക്കാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ്. ഇന്ന് അദ്ദേഹവും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് പങ്കെടുക്കുന്നുണ്ട്? ഈ പൗരത്വ ഭേദഗതി നിയമം അത് തികച്ചും തെറ്റാണ്, അത് വർഗീയതയാണ്. ഇന്ത്യ രാജ്യത്ത് പല മുസ്ലിം സംഘടനകളും മതവിശ്വാസികളും പങ്കെടുക്കുന്നുണ്ട്. ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ എല്ലാം. അതിൽപ്പെട്ട മുസ്ലിമീങ്ങളെ മാത്രം ഇവിടെ നിന്ന് പുറത്താക്കുക, അതാണ് പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നത്. അത് തികച്ചും വർഗീയതയാണ്. മനുഷ്യത്വമുള്ളവരോ അല്ലെങ്കിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവർക്കോ അത് പറയാൻ പാടില്ല. അതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നുണ്ട്. അവിടെ ഇന്ത്യ രാജ്യത്ത് ജനിച്ചവരാണവർ, അവരുടെ മക്കളും ഇവിടെയാണ്. അതുകൊണ്ട് ഒരു വിഭാഗത്തിനെ മാത്രം ഇവിടെ നിന്ന് ഇന്ത്യ രാജ്യത്തെ പുറത്താക്കുക, മറ്റവരാരായിരുന്നാലും അവരെ ഇവിടെ താമസിപ്പിക്കുക, അത് തികച്ചും വർഗീയതയാണ്. അതൊരിക്കലും അനുകൂലിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതിന് ഞങ്ങൾ ശക്തമായി എതിർക്കുന്നുണ്ട്. അതിലിപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് അത് പിൻവലിക്കണം. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഗവൺമെൻറ് നിയമസഭയിൽ എല്ലാവരും ചേർന്ന് ഒരു പ്രമേയം പാസ്സാക്കി. ഇത് ഈ നിയമം പാടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ നിയമം നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എത്രമാത്രമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ഈ ഒരു കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത്? അതെ, ഇവർ BJP അല്ലാത്ത ബാക്കിയുള്ളവരെല്ലാവരും ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. അതിന് CPM ശക്തമായി എതിർക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് അത് മുഖ്യമന്ത്രിയെ നേരിട്ട് അങ്ങ് കാണുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുമല്ലോ? അതെ, ഇന്ന് മുഖ്യമന്ത്രിയുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിന് ഞാൻ പോകും. അതിന് നമ്മുടെ കാര്യങ്ങൾ മൊത്തം അത് വിശദീകരിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ നീക്കത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ബാക്കിയുള്ള ജനാധിപത്യം, മതേതരത്വം, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുകയും വർഗീയതയെ ശക്തമായി ഞങ്ങൾ എതിർക്കുകയും ചെയ്യും. ഇന്നത്തെ യോഗത്തിലും അത് പറയും. ഇപ്പോഴും ഈ ആശങ്ക തുടരുകയാണ്. പക്ഷേ BJP പറയുന്നത് ഞങ്ങളങ്ങനെ കേരളത്തിൽ ആരെയാണ് ബാധിക്കുന്നത്, ഇന്ത്യയിൽ ആരെയാണ് ബാധിക്കുന്നത്, ഒരു തീയതി പറഞ്ഞ്, ഒരു വർഷം പറഞ്ഞ് അതിനപ്പുറത്തുള്ളവരെ മാത്രമാണ് ഇതൊക്കെ ബാധിക്കുന്നത്, അല്ലാതെ ആരെയും ബാധിക്കുന്നില്ല, മുസ്ലിങ്ങളെ ബാധിക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത്. മുസ്ലിമീങ്ങളെ പിന്നെ അങ്ങനെ എന്തിനാ പറയുന്നത്? ഇത് മുസ്ലിമീങ്ങളല്ലാത്ത മറ്റുള്ളവർക്കൊക്കെ വായിക്കും. മുസ്ലിമീങ്ങളെ മാത്രം ഇവിടെ ഒന്ന് ഇത്ര വർഷങ്ങൾക്കകം വന്നവരെ അവിടെ പുറത്താക്കുക എന്ന് പറയുന്നത് തികച്ചും വർഗീയതയാണ്. അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നുണ്ടെങ്കിൽ ആരെയും പുറത്താക്കരുത്. അത് ഒന്ന് പറയണം. ഒരു വിഭാഗത്തെ മാത്രം പുറത്താക്കിയിട്ട് മറ്റാരായിരുന്നാലും ശരി അവർക്കിവിടെ താമസിക്കാമെന്ന് പറയുന്നത് അത് തികച്ചും വർഗീയതയാണ്. അത് അവഗണിക്കേണ്ടതാണ്, അത് തള്ളിക്കളയേണ്ടതാണ്. ഓക്കെ ബിനു, ശരി. പൗരത്വ സംരക്ഷണ സദസ്സ് ഇന്ന് കൊല്ലത്ത് വൈകിട്ട് 7 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.